വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലെ ബഹുമാനപ്പെട്ട ISMന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജലീൽ സാഹിബ്, നമ്മുടെ KNMന്റെ പാലക്കാട് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ സാഹിബ്, വേദിയിലിരിക്കുന്ന ഹസൻ സാഹിബ്, ആഷിഖ്, കൂടാതെ ഞാൻ സ്ഥിരമായിട്ട് ജുമാക്ക് വന്ന പള്ളിയിലെ സെക്രട്ടറി നമ്മുടെ മജീദ് ഖാൻ, അതുപോലെ എൻ്റെ ബഹുമാനപ്പെട്ട ഇൻസ്പെക്ടർ രാജീവ് സാർ, അതുപോലെ തന്നെ സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, കൽമണ്ഡപത്തെ ഗുരുവന്യന്മാരെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ വിപത്തായി ഈ 2025 ശക്തി പ്രാപിച്ചുകൊണ്ട് ഒരു സുനാമി കണക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയാണ് ലഹരി. ലഹരി എന്താണ് എന്നും അത് ഏത് രൂപത്തിലാണ് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതും എന്നതുമെല്ലാം തന്നെ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രായഭേദ്യമന്യേ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്ന സ്മാർട്ട് ഫോണിലൂടെ, അതിലുപയോഗിക്കുന്ന സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ, വ്യത്യസ്തമായ ആപ്പുകളിലൂടെ എല്ലാം നമ്മൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ചൊന്നും തന്നെ ഈ സാഹചര്യത്തിൽ പറയേണ്ട കാര്യമില്ല. കാരണം എല്ലാ അറിവും നമ്മൾ നേടിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ എന്തിനാണ് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ്റെ യുവസംഘടനയായ ഇത്തിഹാദ് ശുബാനിൽ മുജാഹിദീൻ ഇത്തരത്തിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമുക്കറിയാം ലഹരിയെ പറ്റി നമ്മുടെ പ്രവാചകൻ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി വിശദീകരിച്ച് തന്നിട്ടുണ്ട്. എല്ലാ ലഹരികളും തിന്മയാണ് എന്ന് വർഷങ്ങൾക്ക് മുന്നേ മതത്തിലൂടെ പഠിപ്പിച്ചു തന്നിട്ടുള്ള പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് KNMും അതിൻ്റെ പോഷക സംഘടനകളും എന്നും വർക്ക് ചെയ്തിട്ടുള്ളത്. പോലീസ് എന്നും ഒറ്റയ്ക്കാണ് ഈ ലഹരിക്കെതിരെ പോരാടിയിട്ടുള്ളത്. പോലീസ് ഉണ്ടായ കാലം മുതൽ ലഹരിയും കള്ളന്മാരും കൊള്ളക്കാരും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെതായിട്ടുള്ള ഹൈക്ക് അത് ഓരോ സംഭവത്തിലും എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ലഹരിക്കെതിരെ പോലീസ് ഒറ്റയ്ക്കല്ല, ഇന്ന് തന്നെ ഏകദേശം 4 പ്രോഗ്രാംസാണ് നമുക്കുണ്ടായിരുന്നത്. അതുപോലെ ആഴ്ചയിൽ വളരെ കൂടുതലാണ്. ദിവസം എന്തായാലും ഒരു പ്രോഗ്രാം മസ്റ്റ് എന്ന നിലയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട്. കാരണം നമുക്ക് വേണ്ടി പോലീസിനെ സഹായിക്കുന്ന ഒരുപാട് സംഘടനകൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. രാഷ്ട്രീയ സംഘടനകളാണെങ്കിലും ശരി, അതുപോലെ മതസംഘടനകളാണെങ്കിലും ശരി, അനിതര ക്ലബ്ബുകളാണെങ്കിലും, ഏത് പൊതുസമൂഹത്തിൽ വർക്ക് ചെയ്യുന്ന നന്മ ആഗ്രഹിക്കുന്ന എല്ലാ സംഘടനകളും ഇപ്പോൾ പോലീസിൻ്റെ ഒപ്പം, അൻസാരി മൗലവി വന്നിട്ടുണ്ട്. എല്ലാ മേഖലയിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ എല്ലാ സംഘടനകളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലഹരിക്കെതിരെ ഒന്നിച്ചിട്ടുള്ള ഒരു പോരാട്ടത്തിന് വേണ്ടി ഗവൺമെന്റ് തന്നെ പല കാര്യങ്ങളിലൂടെ മുൻകൈ എടുത്തുകൊണ്ടിരിക്കുകയാണ്. പോലീസിനോട് ഒരു ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്. അത് തുടർച്ചയായിട്ട് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, പോലീസ് എപ്പോഴും ഇതിനെ പറ്റിയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ചും കൂടി കൂടുതലായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനി മേലിലും നമ്മൾ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഒറ്റയ്ക്ക് ചെയ്ത പ്രവർത്തനം ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ സഹായിക്കുന്നുണ്ട്. ലഹരിക്കെതിരെ ഉള്ള പോരാട്ടം നമ്മുടെ മുദ്രാവാക്യം ലഹരി അടുക്കരുത്, അടുപ്പിക്കരുത്. ഒരു ക്യാമ്പയിനാണ്, 3 മാസത്തെ ക്യാമ്പയിനാണ്. വ്യത്യസ്ത സ്ഥലങ്ങളിൽ, പാലക്കാട് ജില്ലയിലുണ്ട്, കേരളത്തിൽ ഒട്ടുക്കും ഈ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ISMന്റെ പരിപാടിയിൽ ഇതിനു മുന്നേ എവിടെയാണ് പോലീസ് പങ്കെടുത്തിട്ടുള്ളത്? KNMന്റെ പ്രോഗ്രാമിൽ എവിടെയാണ് പോലീസ് പങ്കെടുത്തിട്ടുള്ളത്? MGMന്റെ പരിപാടിയിൽ എവിടെയാണ് പോലീസ് പങ്കെടുത്തിട്ടുള്ളത്? അല്ലെങ്കിൽ ഈ പോഷക സംഘടനകളെ ഈ MGMO MSMO ഏതാണെങ്കിലും എപ്പോഴാണ് പോലീസ് പങ്കെടുത്തിട്ടുള്ളത്? ഇപ്പോഴാണ് പോലീസ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്.
ആ പോലീസിനെ സഹായിക്കുക എന്ന ഒരു പ്രധാന ലക്ഷ്യം കൂടി ISMന് ഇപ്പോൾ ഉണ്ട്. കാരണം ഒരു ലഹരി കണ്ടാൽ, ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയെ കണ്ടാൽ, ഒരു ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു പ്രശ്നങ്ങൾ കണ്ടാൽ, ഇപ്പൊ പൊതുജനങ്ങൾ എല്ലാവരും ഇടപെടുന്നുണ്ടെങ്കിലും ആരിലൂടെയാണ് അത് കൂടുതൽ ഫലപ്രദമാകുക എന്നുള്ള ബോധം ഇന്ന് പൊതുസമൂഹത്തിന് വന്നിട്ടുണ്ട്. പോലീസ് മുൻകൈ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഇനിയൊരു ഡിപ്പാർട്ട്മെന്റ് മുൻകൈ എടുത്താൽ മാത്രമേ ഈ സാധനങ്ങളെല്ലാം തന്നെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ കഴിയുള്ളൂ. എന്നാൽ ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ കഴിയില്ല താനും. അപ്പോൾ ഈ ഒരു കൂട്ടായ പ്രവർത്തനം, അത് ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനം ഈ നമ്മുടെ നാട്ടുകാരായ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു സംഘടന ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇനിയും വേറെ സംഘടനകൾ തുടർച്ചയായിട്ട് ഈ പ്രോഗ്രാംസ് തന്നെ സംഘടിപ്പിക്കണം. അപ്പോൾ ഒരു പ്രദേശത്ത് തന്നെ ഇത് വ്യാപകമായി ഈ കാര്യങ്ങൾ അറിയും. ഇപ്പൊ സാറ് പറഞ്ഞ ഉദാഹരണങ്ങൾ, ഒരു ക്രൈമിന്റെ ആ ക്രൈം എങ്ങനെ ഉണ്ടായി, എന്താണ് ആ ക്രൈമിന്റെ മോട്ടോ എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇതിലെല്ലാം തന്നെ പരമപ്രധാനമായ ഒറ്റ കാര്യമുള്ളൂ, അത് ലഹരിയാണ്. ലഹരി ഏതു രൂപത്തിലാണെങ്കിലും ഇന്ന് പല പേരുകളുണ്ട്. ഗൂഗിളിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഗൂഗിൾ ഏറ്റവും കൂടുതൽ സെർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഡ്രഗ് സെർച്ച് ആണെന്നാണ് പറയുന്നത്. ഡ്രഗിനെ പറ്റി അറിയാൻ വേണ്ടി ഓരോരുത്തർ അടിച്ചുകൊണ്ടിരിക്കുന്നത്, ഒരു കുഞ്ഞാണെങ്കിലും ശരി, ഒരു കുട്ടിയാണെങ്കിലും ശരി, ഒരു യുവാവാണെങ്കിലും, അല്ലെങ്കിൽ മക്കളുടെ കാര്യം ആലോചിച്ച് ഉത്കണ്ഠയുള്ള ഒരു രക്ഷിതാവാണെങ്കിലും ഗൂഗിളിലൂടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് MDMA എന്നും അല്ലെങ്കിൽ എനി അതർ സിന്തറ്റിക് ഡ്രഗ്സ് എന്നൊക്കെയാണ് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നല്ലതിന് വേണ്ടിയാണ്, നന്മയ്ക്ക് വേണ്ടിയുള്ള സെർച്ചാണ്, അല്ലാണ്ട് തിന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു സെർച്ച് അല്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മളെ ഏത് രൂപത്തിലും ഈ ഡ്രഗ്സ് നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുക. അതിനെതിരെയുള്ള പോരാട്ടം, അതിനെതിരെയുള്ള ശബ്ദം നമ്മൾ ഉയർത്തിക്കൊണ്ടിരിക്കാൻ ഇനിയും നമ്മൾ വൈകിപ്പോയാൽ, ഇനിയും ഇതുപോലെ ഒരു ക്യാമ്പയിൻ സംഘടിപ്പിക്കാതെ പോയാൽ വലിയ വലിയ വിപത്തുകളാണ് ഇനി നമ്മൾ നേരിടേണ്ടത്. നമുക്കറിയാം, 2025 ജനുവരിയിൽ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഒരു കുട്ടി പോലീസ് സ്റ്റേഷനിൽ കയറി വന്ന്, കുട്ടിയാണല്ലോ, 21 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ, അല്ലെങ്കിൽ 22 23 വയസ്സെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കണക്കിൽ കുട്ടിയാണ്. അവൻ പോലീസ് സ്റ്റേഷനിൽ കയറി വന്നിട്ട് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറയുകയാണ്, ഞാൻ 6 പേരെ കൊന്നിട്ടാണ് സാർ വന്നിരിക്കുന്നത്, 6 പേരെ കൊല ചെയ്തിട്ട് വന്നിരിക്കുകയാണ് സാർ ഞാൻ എന്ന് പറഞ്ഞാൽ, ഈ സമൂഹത്തിന്റെ ഇന്നത്തെ സിറ്റുവേഷൻ എന്താണ് എന്ന് ഞാൻ 21 വർഷമായിട്ട് പോലീസിൽ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനൊരു സംഭവം കേട്ടിട്ടേ ഇല്ല. ഒരാൾ ഓടി വന്നിട്ട് ഞാൻ ഒരാളെ കൊന്നു എന്ന് പറയുന്ന സംഭവം കേട്ടിട്ടേ ഇല്ല. ഈ ഇരിക്കുന്ന ഉദ്യോഗസ്ഥനും, ഇത് ആദ്യമായി കേട്ട ഉദ്യോഗസ്ഥനും തന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്, ഞാൻ 6 പേരെ കൊന്നിട്ടാണ് സാർ ഇവിടെ വന്നിരിക്കുന്നത്. കാര്യം നമ്മൾ നോക്കണല്ലോ, ഇപ്പോൾ പുതിയ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രാങ്ക് ആക്കുക, ചിലപ്പോൾ അതായിരിക്കുമെന്ന് വിചാരിച്ചിട്ട് എന്താണ് നീ പറയുന്നത്, 6 പേരെ കൊന്നിട്ടാണ്. കാര്യങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ ശരിയാണ്, 6 പേരെയും ഈ കുട്ടി ആക്രമിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ 5 പേര് കൊല്ലപ്പെടുകയാണ് ചെയ്തത്, ഒരാൾ രക്ഷപ്പെട്ടിട്ട് തൽക്കാലം ഇപ്പോൾ നിൽക്കുന്നുണ്ട്. ഈ 6 പേരും ആരാണ് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, നമ്മളെ നൊന്ത് പ്രസവിച്ച ഉമ്മ, ചേട്ടന്റെ കൂടെ ചേട്ടൻ റോൾ മോഡൽ ആവണം എന്ന് ആഗ്രഹിച്ച് കൈപിടിച്ച് നടന്ന അനിയൻ, ലേബർ റൂമിൽ നിന്ന് ആദ്യമായി കുഞ്ഞിനെ ഏറ്റുവാങ്ങിയ മൂത്തമ്മ, വാപ്പയില്ലാത്ത ഗൾഫിലിരിക്കുന്ന വാപ്പയുടെ ആബ്സെൻസിൽ കുട്ടിയുടെ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന മൂത്താപ്പ, പിന്നെ ഇവൻ ഇണയായിട്ട് എനിക്ക് ജീവിതത്തിൽ കിട്ടിയാൽ കൊള്ളാമെന്ന് പറഞ്ഞ് പ്രേമിച്ച് നടക്കുന്ന ഒരു കാമുകി. ഇവരെല്ലാമാണ് ഈ ഒരു കുട്ടി കൊല ചെയ്തത്. എല്ലാം അവിടെ നിൽക്കട്ടെ, അവസാനം ആക്രമിച്ച കൂട്ടത്തിൽ ഉമ്മയുണ്ട്. ഭാഗ്യം കൊണ്ട് ഉമ്മ രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഉമ്മ മാപ്പ് കൊടുക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പൊ പറയുന്നത്. ഉമ്മ എന്റെ മോൻ തെറ്റ് ചെയ്തു പോയി, ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് പറയും. അതവിടെ വേറൊരു ബ്രാക്കറ്റിലായിട്ട് നിൽക്കട്ടെ. ഈ വാർത്ത വന്ന സമയത്ത്, ഈ വാർത്ത നമ്മൾ എല്ലാവരും കാണുമ്പോൾ നമുക്ക് പോലീസ് ഒരു കാര്യം പറഞ്ഞിരുന്നു അതിൽ, അത് നമുക്കറിയാം. എന്താ നമ്മൾ പോലീസ് പറഞ്ഞത്? ഈ പ്രതി ലഹരിക്ക് അടിമയാണ്, ലഹരിക്ക് അടിമയാണ്. ഒരു വാർത്ത അങ്ങനെ. ചെങ്ങന്നൂരിലെ അയൽവാസിയായ 3 പേരെയും ഇരുമ്പ് വടി കൊണ്ട് ഒരാള് അടിച്ചു കൊന്നു. ബ്രാക്കറ്റിൽ ഈ പ്രതി ലഹരിക്ക് അടിമയാണ്. പൈസ ചോദിച്ച് സ്വന്തം അമ്മയെ തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു, അച്ഛനെ വെട്ടി പരിക്കേൽപ്പിച്ചു, അയൽവാസിയെ വെട്ടി. എല്ലാ ബ്രാക്കറ്റില് പ്രതി ലഹരിക്ക് അടിമയാണ്. അതുകൊണ്ട് തന്നെയാണ് മതം പറഞ്ഞത് എല്ലാ ലഹരിയും തിന്മയാണ്. ലഹരി കൊണ്ട് ഒരാൾക്ക് ഒരു നല്ല പ്രവർത്തനവും ചെയ്യാൻ കഴിയില്ല.
നമുക്കറിയാം, നമ്മുടെ നന്മയിലെ ഏറ്റവും അവസാനമായി കിടക്കുന്ന വഴിയിലരികിലെ ഒരു കല്ല് മാറ്റിയിടുക, അല്ലെങ്കിൽ വഴിയരികിൽ കിടക്കുന്ന ഒരു തടസ്സം മാറ്റിയിടുക എന്നുള്ള ഒരു കാര്യം ഏറ്റവും ചെറിയ ഒരു കാര്യമാണ്. നന്മയിലെ ഏറ്റവും ചെറുതാണ് വഴിയരികിൽ കാണുന്ന ഒരു തടസ്സം മാറ്റിയിടുക എന്നുള്ളത്. ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമപ്പെട്ട് നടക്കുന്ന ഒരുത്തൻ അത് ചെയ്യൂ? ആ വഴിയിൽ ആ കിടക്കുന്ന ഒരു ശല്യം മാറ്റിയിടാൻ ഈ ലഹരിക്കാരന് ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഏറ്റവും ചെറിയ ഒരു നന്മ പോലും ചെയ്യാൻ കഴിയാത്ത ഒരാളാണ് ഈ ലഹരിക്കാരൻ. ലഹരി ഉപയോഗിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്നത് മൊത്തത്തിൽ എന്താണ്? നാശം വിതയ്ക്കുന്ന മോശം പ്രവൃത്തികൾ മാത്രം ചെയ്യുന്ന ഒരു കൂട്ടമായിരിക്കണം ലഹരി. ഇതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എങ്കിലും നമുക്കൊരു അവസരം കിട്ടിയപ്പോൾ, ഇങ്ങനെ ഒരു പൊതുവേളയിൽ ഒരു സംസാരിക്കാനുള്ള അവസരം സാറ് പറഞ്ഞ പോലെ നമുക്ക് കിട്ടിയപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് മാത്രം. വാക്കുകൾ ചുരുക്കമാണ്. കൂടുതലായിട്ട് സംസാരിക്കുന്നത് ISMന്റെ തന്നെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അദ്ദേഹമുണ്ട്. സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ വന്നത്. എന്തായാലും ഇതിന്റെ കൺക്ലൂഷനിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്, രണ്ടുപേരും നമ്മൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു അപകടം നമ്മൾ കാണുകയാണ്. നമ്മുടെ കൂടെയുള്ള സുഹൃത്ത് ഇത് കാണുന്നില്ലെങ്കിൽ നമ്മൾ ആ സുഹൃത്തിനെ കൈപിടിച്ച് ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിക്കുന്നത് പോലെ തന്നെ നമ്മുടെ നാട്ടിൽ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിന്റെ പരിസരത്ത്, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത്, അതല്ലെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത്, ഒരു പ്രദേശത്ത് ആരെങ്കിലും ഒരു കുട്ടിയോ യുവാവോ എങ്ങനെയെങ്കിലും ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ, ഒരിക്കലും ഒരു കുട്ടി, നമ്മുടെ മക്കള്, നമ്മുടെ നാട്ടിലെ മക്കള്, നമ്മുടെ അയൽവാസികളുടെ സുഹൃത്തുക്കളുടെ മക്കൾ ഒരിക്കലും ലഹരി അന്വേഷിച്ചിട്ട് പോയിട്ടില്ല. അവരെല്ലാം തന്നെ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ട് പിന്നീടാണ് അന്വേഷിച്ചു പോകുന്നത്. നമ്മുടെ ആ കൂട്ടുകെട്ടിലെ ഏതെങ്കിലും ഒരാള് കൊടുക്കുന്ന ഒരു ലഹരി, ഇന്ന് അതിന്റെ പേര് കില്ലർ ഡ്രഗ്സ് എന്ന് പറയും. വൺ ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തില് നിശ്ചിത മണിക്കൂറുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ച് ആവശ്യപ്പെടുന്ന ഒരു ചതിയാണ് ഡ്രഗ്. അപ്പൊ അങ്ങനെ ഒരു ചതി നടന്നിട്ട് ഒരു കുട്ടി അതിന്റെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മളുടെ ഡയലോഗ് നമ്മൾ ഒന്ന് മാറ്റി പിടിക്കേണ്ടതുണ്ട്. നമ്മൾ പറയുന്നത് എന്താ അറിയോ? അവൻ കഞ്ചാവാ, അവൻ എല്ലാ സാധനവും വലിച്ചു കെട്ടിയെടുക്കുക, അവന്റെ കൂടെ നടക്കരുത്, അവൻ അങ്ങനെ ഒറ്റപ്പെടുത്തുക. നമ്മളെല്ലാവരും പറയുന്നതാണ്, അവൻ കഞ്ചാവാണ്, അവൻ അവിടെ അടിയുണ്ടാക്കി, അവൻ അവൻ അങ്ങനത്തെ തന്നെയാണ്, അവൻ നശിച്ചു പോകും, അവൻ അങ്ങനെ പോകും, അവന്റെ കൂട്ടരുത്, അവൻ ഇനി ഈ പ്രദേശത്ത്, ഈ ചന്ദ്രാപുരത്തെ ഏറ്റവും വലിയ ക്രിമിനലായി മാറും അവൻ. ഇങ്ങനെ പറഞ്ഞ് അപകടത്തിൽ, ചതിയിൽപ്പെട്ട് ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരുത്തൻ കൂടുതൽ അപകടത്തിലേക്ക് പോയി ഒരു ക്രിമിനലായി മാറുകയാണ്. നമ്മുടെ ഉത്തരവാദിത്തം അതല്ല. നിങ്ങളൊരു തിന്മ കാണുകയാണെങ്കിൽ നിങ്ങൾ അതിനെ കൈകൊണ്ട് തടയുക, അതല്ലെങ്കിൽ വാക്കുകൊണ്ട് തടയുക, അതല്ലെങ്കിൽ നിങ്ങൾ അതിനെതിരെ മൗനത്തോടുകൂടിയുള്ള ഒരു പ്രതിഷേധം അറിയിക്കുക. നമ്മൾ ഈ ഏതെങ്കിലും ലഹരി ഉപയോഗിക്കുന്ന ഈ ഒരു വിവരം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ മൗനം ഉപേക്ഷിക്കുന്ന, മൗനത്തിന്റെ അവിടെ നമ്മൾ ഒരു ഫോൺ കോൾ ചെയ്താൽ മാത്രം മതി. വെറും 10 അക്ക നമ്പറിലേക്ക് ഒരു വിവരം കൊടുത്താൽ മാത്രം മതി. 99959. അതായത് ആദ്യത്തെ 5 അക്കം 999959, ബാക്കി 5ഉം 6ആണ്. 666666. ഈ ഒരു നമ്പർ, ഇത് കേരളത്തിലെ എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യുന്നവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഈ നമ്പറുകൾ. യോദ്ധാവ് എന്നാണ് ഈ നമ്പറിന്റെ പേര്. ഇതിൽ വിളിക്കുന്നത് ആരാണ് എന്ന് ഒരിക്കലും ഒരാൾക്കും അറിയാൻ കഴിയില്ല. ഈ വിവരം കൊടുത്തത്, ഈ പ്രദേശത്ത് ഇന്ന ആളാണ് വിവരം കൊടുത്തത്, അല്ലെങ്കിൽ ഇന്ന വ്യക്തിയാണ് ഈ ഇൻഫർമേഷൻ കൊടുത്തതെന്ന് ഒരാൾക്കും അറിയില്ല. ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സീക്രട്ട് നമ്പറാണ് ഇത്. എത്ര ഉന്നത ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ പോലും ആ സിസ്റ്റം അറ്റൻഡ് ചെയ്യുന്നവർ ഈ വിവരം കൈമാറില്ല. നമ്മൾ പ്രദേശം പറഞ്ഞാൽ മതി, നമ്മൾ സ്ഥലം പറഞ്ഞാൽ മതി, നമ്മുടെ സംശയം നമുക്ക് പറയാം. ഒരു 3-4 കുട്ടികൾ, സമപ്രായക്കാരായ ആൾക്കാരുടെ കൂടുന്നുണ്ട്. അവരുടെ പെരുമാറ്റത്തിൽ ലേശം വ്യത്യാസമുണ്ട്. സ്വാഭാവികമായിട്ടും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുടെ ഫിസിക്കൽ ലാംഗ്വേജസിലോ അല്ലെങ്കിൽ സ്പീക്കിംഗ് ലാംഗ്വേജസിലോ അല്ലെങ്കിൽ അവരുടെ നോർമൽ മോഡിലോ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവും. ആ ഒരു ചേഞ്ച് നമ്മൾ മനസ്സിലാക്കുന്നു. അപ്പൊ നമുക്ക് പറയാൻ കഴിയും അയാൾ എന്തോ ഒരു അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ്. ആ അപകടത്തിൽ നിന്ന് രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ മുജാഹിദ് പ്രവർത്തകർ പ്രത്യേകം കാണിക്കേണ്ടതുണ്ട്. കാരണം നമ്മളാണല്ലോ ഈ കേരളം തുടങ്ങിയത് മുതൽ നമ്മൾ നവോത്ഥാന പ്രസ്ഥാനം നമ്മളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാ തിന്മയ്ക്കെതിരെയും
നമ്മൾ ശക്തമായി പോരാടിയിട്ടുണ്ട്. നമ്മൾ ഇന്ന് തുടങ്ങിയതല്ല, ISMന്റെ ക്യാമ്പയിനുകളോ അല്ലെങ്കിൽ MSMന്റെ ക്യാമ്പയിനുകളോ MGMന്റെ ക്യാമ്പയിനുകളോ ഇന്ന് ആരംഭിച്ചിട്ടുള്ള ക്യാമ്പയിനുകളല്ല. എല്ലാം തന്നെ സാമൂഹികമായ വിപത്തുകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ക്യാമ്പയിനുകളും മണ്ണാർക്കാട് മുതൽ പാലക്കാട് വരെ നടന്ന പദയാത്രകളും നമ്മൾ കൽമട്ട യൂണിവേഴ്സിറ്റി ഉണ്ട്, അത് ഒന്ന് ഓർമ്മപ്പെടുത്തും. നമ്മൾ നടത്തിയിട്ടുണ്ട്. അന്ന് ലഹരിക്കെതിരെയാണ് നമ്മൾ നടത്തിയത്. അലനല്ലൂർ മുതൽ പാലക്കാട് കോട്ടമൈതാനം വരെ പദയാത്ര നടത്തിയത് ലഹരിക്കെതിരെയാണ്. അന്ന് ലഹരി എത്രമാത്രമാണ്, ഇന്ന് ലഹരി എത്രമാത്രമാണ്. ഇന്ന് നമ്മൾ പദയാത്ര ചിലപ്പോൾ ദുബായിക്ക് നടത്തേണ്ടി വരും. അത്രയ്ക്കും വലിയ സിറ്റുവേഷനിലാണ് നമ്മളുള്ളത്. പദയാത്ര നമ്മൾ കൽമുണ്ടെന്ന് തുടങ്ങിയിട്ട് ചിലപ്പോൾ സൗദി അറേബ്യയിലേക്ക് നടക്കേണ്ടി വരും. അത്രയ്ക്കും ഭീകരമായ സിറ്റുവേഷനിലാണ് നമ്മൾ. അന്ന് അത്ര മൂർച്ചയേറിയ സമര പരിപാടികൾ, അതായത് ഇത്തരത്തിൽ ഇതിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടികൾ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതിനേക്കാളും വലുതായി സംഘടിപ്പിക്കണം. ഈ ഒരു പരിപാടി മാത്രം പോരാ, പല രൂപത്തിലുള്ള ഒരു പ്രോഗ്രാംസ് നമ്മൾ ആവിഷ്കരിക്കണം. നമ്മുടെ മക്കള് നമ്മളെ രക്ഷപ്പെടുത്തണം, നമ്മുടെ അയൽക്കാരുടെ മക്കള് നമ്മളെ രക്ഷപ്പെടുത്തണം, നമ്മുടെ സമൂഹത്തിൽ വരുന്ന മക്കള് അവരെല്ലാം രക്ഷിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, ഒരു പൊതുസമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക്, ഒരു മുജാഹിദ് പ്രവർത്തകൻ എന്ന നിലയ്ക്ക് തീർച്ചയായും നമ്മൾ ഈ നമ്പറിലേക്ക് ഒരു കോൾ ചെയ്ത് ആ ഒരു കുട്ടിയെ അപകടത്തിൽ രക്ഷിക്കുമ്പോഴേ നമ്മൾ സൃഷ്ടാവിനോട് മറുപടി പറഞ്ഞു. സൃഷ്ടാവിനെ നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ ഈ തരത്തിലുള്ള പ്രവർത്തനം നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ലഹരിയെ ഇല്ലാതാക്കാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും ഈ നമ്പർ എന്തായാലും എല്ലാവരും സേവ് ചെയ്ത് വെക്കുക. എന്ത് ആവശ്യത്തിനും കേരള പോലീസിനെ സമീപിക്കാം. കേരള പോലീസ് അതിനുവേണ്ടി മാത്രമാണ് തയ്യാറായിട്ടിരിക്കുന്നത്. ഒരു സമയം ഫിക്സ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഈ സമയത്ത് വരാൻ പറ്റില്ല എന്നോ അങ്ങനെ ഒന്നുമില്ല. എന്ത് വിളിച്ചാലും ശരി, നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ നമ്പറിലേക്ക് വിളിച്ച് അറിയിച്ചു കഴിഞ്ഞാൽ അത് സീക്രട്ട് വിങ് ഉണ്ട്. ആ വിങ് ആ കുട്ടിയെ അപകടത്തിൽ രക്ഷിക്കും. അങ്ങനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നേരിട്ട് പറയാൻ കഴിയുമെങ്കിൽ ഇന്ന വ്യക്തിയുടെ മകൻ അവൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. കാരണം അവൻ ഏത് സമയവും നമുക്കറിയാം, നമ്മുടെ രക്ഷിതാക്കൾക്കൊക്കെ ഏത് സമയവും അടി കിട്ടുന്ന സമയമാണ്. കാരണം നമ്മളെക്കാളും തല ഉയർന്നുള്ള ഹൈറ്റിലേക്ക് മക്കൾ എത്തിയിട്ടുണ്ട്. ആ മക്കളെ ചിലപ്പോൾ നമ്മളെ ചുറ്റിക കൊണ്ട് അടിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ നമ്മൾ ആക്രമിക്കാനോ സാധ്യതയുണ്ട്. കാരണം എല്ലാ ലഹരിയും തിന്മയാണ്. ഈ തിന്മ പ്രവർത്തനങ്ങൾ നമുക്ക് ഏത് സമയവും ഏൽക്കാനും നമ്മൾ തയ്യാറായിരിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ പറയണ ഒരു പ്രവർത്തകൻ, പലരും മൗനം പാലിക്കുന്നുണ്ടാവും. പല വീട്ടിലെ പ്രശ്നങ്ങളും പുറത്തേക്ക് വരില്ല, എല്ലാം രഹസ്യമായിട്ട്. വീട് പുറത്തൊക്കെ ഭയങ്കര രക്ഷിതാവായിരിക്കും. നമ്മൾ ഏത് പള്ളിയിൽ കണ്ടാലും നമ്മൾ അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഭയങ്കര പ്രശ്നമായിരിക്കും. കാരണം +2 പഠിക്കുന്ന മോൻ അവിടെ ചെയ്യുന്ന അക്രമങ്ങൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു സുഹൃത്ത്, അവൻ ഗൾഫിലാണ്. ഞാൻ കഴിഞ്ഞ കൊല്ലം പോയപ്പോഴും അവൻ്റെ കൂടെ തന്നെയായിരുന്നു കാര്യങ്ങൾ സംസാരിച്ചത്. അപ്പൊ അവൻ എന്നോട് അവിടെ നിന്ന് ഒന്നും പറഞ്ഞില്ല. 3 മാസമായിട്ട് അവൻ ഭയങ്കരമായ സങ്കടത്തിലാണ്. എപ്പോഴും ഇവിടെ ലീവിന് വന്ന് 1 മാസം ലീവിന് വന്നാൽ ഞാൻ അറിയുന്നതാണ്. ഏകദേശം 20 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ അവനെ അറിയും. പെട്ടെന്ന് ഈ ടൗണിൽ നിന്ന് കാണുന്നത്. അപ്പൊ നീ എപ്പോ വന്നു? ഞാൻ 20 ദിവസമായിട്ട് വന്നിട്ട്. എന്ത് പെട്ടെന്ന് ഇങ്ങനെ വന്ന കാര്യം? അല്ല, ഒന്നുമില്ല. അപ്പൊ അവന്റെ മുഖഭാവത്തിൽ നമുക്ക് എന്തോ ഒരു അപകടം മനസ്സിൽ. നമ്മൾ ഇന്നലെ കാണാൻ തുടങ്ങിയല്ലോ, കുറച്ച് എന്താ കാര്യം പറയും. അപ്പൊ അവന് ശരിപ്പാ നമുക്ക് ഒന്ന് മാറിയിരിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാരിൽ നിന്ന് മാറിയിട്ട്, ഞങ്ങൾ ഗ്യാങ്ങിൽ നിന്ന് മാറിയിട്ട്, ഇപ്പൊ ഞാൻ പറയുന്നത് ഫെബ്രുവരിയിലെ സംഭവമാണ്. ഇരുന്ന് പോയി മാറിയിരുന്നപ്പോൾ അവൻ ഒറ്റ പൊട്ടി കരച്ചിലാണ്. ഞങ്ങൾ അവനൊക്കെയാണ് ഒരുമിച്ച് ഉമ്രയും കാര്യങ്ങളെല്ലാം ചെയ്തത്. അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. നമുക്ക് വല്ലാണ്ട് എന്ത് ഇങ്ങനെ കാര്യമെന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ മോൻ +2 പഠിക്കുന്നത്, ഞാൻ അവൻ കാരണമാണ് ഇവിടെ വന്നത് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലുമ്പോൾ എന്താ കാര്യം ചോദിക്കുന്നത്. അവൻ ഫുൾ ടൈം മൊബൈൽ ഫോണാണ്. ഒരു ലഹരിയാണ് കേട്ടോ അത്. നമ്മൾ ഒരു അപകടത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഫുൾ ടൈം മൊബൈൽ ഫോണിലാണ്, ഒന്നും പഠിക്കുന്നില്ല. പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ഭാര്യനെ കഴിഞ്ഞ ആഴ്ച അടിച്ചു, അതായത് ഉമ്മാനെ കഴിഞ്ഞ ആഴ്ച അടിച്ചു. അവൻ മദ്യം ഉപയോഗിക്കുന്നില്ല, ലഹരിയോ മറ്റു പുകയോ അല്ലെങ്കിൽ സിന്തറ്റിക് ഐറ്റംസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഫോണാണ് അവന്റെ ലഹരി. മൊബൈൽ ഫോൺ വാങ്ങി വെച്ചതിന് ഭാര്യനെ അടിച്ചപ്പോഴാണ് ഞാൻ ഉടനെ ടിക്കറ്റ് എടുത്ത് വന്നത്. ഞാൻ വന്നപ്പോൾ എന്നെ പിടിച്ച് തള്ളി ഞാൻ വീട്ടിന്റെ പുറകിൽ വീണു. അത് ചോദിച്ചു, നീ ഇതുവരെ ഒന്ന് പറയായിരുന്നു, ഇങ്ങനെ എന്നെ വിളിക്കണ്ടേ, നീ എന്താ അങ്ങനെ പറയായിരുന്നു? പറയാൻ പിന്നെ വാക്കുകളില്ലാത്ത അത്രയ്ക്കും വിഷമമായി. ഫോൺ വെടിച്ചു വെച്ചപ്പോൾ ഇവന്റെ കയ്യിലുള്ള ഐഫോൺ എറിഞ്ഞ് പൊട്ടിച്ചു. ഇപ്പൊ ലീവിന് വന്നപ്പോൾ സംഭവിച്ചു. ആകെ പ്രഷർ. അത് ഇവൻ പുറത്ത് കണ്ട നമുക്കറിയില്ല. അപ്പൊ ഞാൻ പറയുന്നത്, ഓരോരുത്തരെ കാണുമ്പോഴും അയാളുടെ മുഖഭാവങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് കാണണ്ട, എപ്പോഴും വിചാരിക്കണ്ട അയാൾ നമുക്ക് വേണ്ടി അഭിനയിക്കുകയാണ്. യഥാർത്ഥ ടെൻഷൻ വീട്ടിൽ അയാൾ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട് മക്കളുടെ രൂപത്തിൽ. അത് പലതരത്തിലുള്ള ഡ്രഗ് അഡിക്റ്റ് ആയിരിക്കും.
അല്ലെങ്കിൽ എന്തെങ്കിലും ലഹരി ആയിരിക്കും. ഇതാണ് ലഹരി. ഇദ്ദേഹത്തിന്റെ ലഹരി എന്ന് പറയുന്നത് ഫോണാണ്. ലഹരി എന്ന് പറഞ്ഞിട്ട് നമ്മളെ മതം പഠിപ്പിച്ചത് ഇന്ന ആ സാധനങ്ങളെന്നല്ല, എല്ലാത്തിനും തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനത്തെ. അവൻ ഫുൾ ടൈം ഗെയിം കളിക്കുക എന്ന് പറയുന്ന മൊബൈൽ ഫോണിന്റെ പ്രശ്നം കാരണം അത്. ഇപ്പോഴും ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഒരു 40% റിക്കവറി മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും നല്ല ബുദ്ധിമുട്ടാണ് കുട്ടി തിരിച്ചു വരാൻ. എന്തായാലും തിരിച്ചു വരും ഇൻഷാ അല്ലാഹ്. നമ്മൾ അതിനു വേണ്ടി പ്രവർത്തിക്കും. ആരുമൊന്നുമില്ല, ഞാൻ മാത്രമാണ് പോകുന്നത്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ അവനെ പോയി കാണും, കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. 40% വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഫോണ് ഉപയോഗിക്കാതെ ഒരു 2-3 മണിക്കൂർ കിട്ടുന്നുണ്ട്. ഫോണ് ഉപയോഗിക്കാത്ത 2-3 മണിക്കൂർ കിട്ടും. അതല്ലാത്ത 21 മണിക്കൂർ ഇവൻ ഫോൺ തന്നെയാണ്. രാത്രി ഒന്നും ഉറക്കില്ല. പിന്നെ ഭക്ഷണം കഴിക്കാൻ വരാൻ പറഞ്ഞാൽ ആ ഭക്ഷണം കഴിക്കാനൊക്കെ ഒരു 5 മിനിറ്റ് ഒക്കെ എടുക്കുന്ന ആ ഒരു ടൈം മാത്രമേ ഇപ്പോൾ ഫോണ് മായനയിൽ നിന്ന് മാറിയിട്ടുള്ളൂ. ഞാൻ 1-2 എൻ്റെ കൗൺസിലർ സുഹൃത്തുക്കളുണ്ട്, അവർ വിളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഒരു പരിധി വരെ ഏൽക്കുന്നുള്ളൂ. നോക്കാം, നമുക്ക് ശരിയാക്കാം. ഞാൻ പറഞ്ഞത് ആ ഒരു ലഹരി, ആ ഒരു പാരന്റ്, ആ ഒരു രക്ഷിതാവ്, എൻ്റെ സുഹൃത്ത് അനുഭവിച്ച വേദന അവൻ എന്നോട് എത്രയും ക്ലോസ് ആയിട്ടുള്ള എന്നോട് പറയാൻ അവൻ മടിച്ചെങ്കിൽ പിന്നെ നമ്മളായിട്ട് സ്വാഭാവികമായിട്ടും കണ്ടു ചിരിച്ച് സംസാരിക്കുന്നവർ എത്ര പറയും? ഒരിക്കലും അയാളുടെ വീട്ടിൽ പ്രശ്നം പറയില്ല. അപ്പൊ അതുകൊണ്ട് ആ ടെൻഷനും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പൊ എനിക്കും +2 പഠിക്കുന്ന മോനുണ്ടല്ലോ, നമ്മളിപ്പോൾ അവൻ്റെ കൂടെ ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അവൻ നോക്കാൻ പറ്റില്ല. അത് സുഹൃത്തുക്കൾ ആരാണെന്നൊക്കെ ഇങ്ങനെ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ തവക്കൽത്തു അലല്ലാഹ്, പടച്ചവൻ രക്ഷിക്കട്ടെ എന്നുള്ള രീതിയിൽ ക്ലാസ്സിലേക്കൊക്കെ വിടും. കാര്യങ്ങൾ ദീനീപരമായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. നമസ്കാര സമയങ്ങളിൽ നമസ്കരിക്കുക, ഒരു പരിധി വരെ നമ്മളെ രക്ഷിക്കാൻ. നമ്മൾ ചെയ്യുന്ന തെറ്റ് ആരും കാണുന്നില്ലെങ്കിൽ നമ്മുടെ സൃഷ്ടാവ് കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധത്തിൽ ആ തെറ്റുകൾ കുറച്ച് കുറയും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. കൂടുതലായിട്ട് മക്കളിൽ നിന്നൊന്നും ആഗ്രഹിക്കാൻ പറ്റാത്ത കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മക്കൾ നമ്മളോട് ചിരിക്കുന്നത് എന്താണെന്ന്, ഏത് രൂപത്തിലാണ് നമ്മളോട് ചിരിക്കുന്നത് എന്നൊന്നും നമുക്കറിയാത്ത, ആ ചിരിയിൽ ചതിയുണ്ടോ എന്ന് പോലും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ആൺമക്കളോ പെൺമക്കളോ വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരേപോലെ ഡേഞ്ചർ ആയിട്ടുള്ള സിറ്റുവേഷനിലാണ്. മക്കളിലൊക്കെ ദൂരെ പഠിപ്പിക്കാൻ ഞാൻ സാഹചര്യം കൊണ്ട് പറയാണ്. നമ്മൾ ഈ രാത്രി നൈറ്റ് പട്രോളിങ്ങിലൊക്കെ ഈ നമ്മുടെ കുറച്ചപ്പുറത്ത് കഴിഞ്ഞാൽ നൈറ്റ് 24 hours കടകളുണ്ട്. അവിടെയൊക്കെ പെൺകുട്ടി ആൺകുട്ടി 2:30-ക്കൊക്കെ നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കണമല്ലോ. അതിനാണല്ലോ നമ്മൾ ഈ സാധനം ഇട്ടിട്ട്, ഈ കാക്കി ഇട്ടിട്ട് ഗവൺമെന്റ് നമ്മളെ നിയമിച്ചിരിക്കുന്നത്. ചോദിക്കുമ്പോൾ അവരുടെ മറുപടി സഞ്ചാര സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുന്ന പോലെയാണ്. ഒരിക്കലുമല്ല. ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ റോഡിലിറങ്ങി നടക്കാമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോലീസിനോട് പറഞ്ഞ് ഉറപ്പ് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ചായ പിടിക്കാൻ വരാനല്ല. രാത്രി 2 മണിക്ക് ചായ പിടിക്കാൻ വരാനുള്ള സഞ്ചാര സ്വാതന്ത്ര്യം ഒന്നും ഒരു ഗവൺമെന്റ് ഇവിടെ അനുവദിച്ചിട്ടില്ല. ഒരു ആമ്പൽ ഘട്ടത്തിൽ ഒരു കാര്യത്തിന് ഗവൺമെന്റ് ഇറങ്ങാനേ പറഞ്ഞിട്ടുള്ളൂ. അതാണ് സപ്പോർട്ട്. ഉടനെ ചോദിക്കാണ് കുട്ടി, എന്താ സാർ ഞാൻ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക്, ഞാൻ ഇവിടെ ഈ സമയത്ത് നിങ്ങൾക്ക് എന്താ ചോദിക്കാം? അപ്പോൾ അവര് വിചാരിക്കുന്നത് എന്തോ രാത്രി ഞങ്ങളിവിടെ നിന്ന പോലീസിന് എന്താ ഇത്രയത്? ഒന്നുമില്ല, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. നിങ്ങളവിടെ നിന്ന് കഴിഞ്ഞാൽ മദ്യത്തിനും മയക്കുമരുന്നിനും ഏതെങ്കിലും ഒരു ലഹരിക്ക് അടിമപ്പെട്ട ഒരു കാറ് വരും, അതിൽ 5 പേരുണ്ടാവും. 5 പേര് 50 സ്വഭാവം കാണിക്കും. അവന് എന്തെങ്കിലും തോന്നി, ഈ കുട്ടിയോട് എന്തെങ്കിലും തോന്നിയാൽ കൂടെ നിൽക്കുന്നവനൊക്കെ ഈസി ആയിട്ട് അവർ തട്ടിക്കളയും. നമ്മൾ വിചാരിക്കുക മെലിഞ്ഞ പയ്യന്മാരാണ്, വളരെ സ്ലിമ്മാണ്, അവനെ കൊണ്ടൊന്നും സഹായിക്കൂല. തെറ്റാണ്. ഡ്രഗ്സിന് അഡിക്റ്റ് ആയിട്ടുള്ള അവനെ നമ്മൾ ഇനിയിപ്പോൾ ഏറ്റവും വലിയ ജിമ്മ് വന്നാൽ അവനെ പിടിച്ചു നിർത്താൻ കഴിയില്ല. 5 പോലീസ് പോയിട്ട് ഒരു നെറുന്തിനെ പിടിക്കാൻ നിർത്താൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവൻ ഈസി ആയിട്ട് ഇവിടെ തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ കുട്ടി എന്ത് ചെയ്യും? അത് പെൺകുട്ടി ആരാണ് എന്താണെന്നൊന്നും അവനറിയില്ല. അവനാണ് കുട്ടിയെ റേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ വിടാൻ പറ്റുമോ? ഉടനെ അടുത്ത പിശാച് തുടങ്ങും. എവിഡൻസുകൾ ഡിസ്ക്ലോസ് ചെയ്യണം, നശിപ്പിക്കണം, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കണം. ഉടനെ അപ്പം എന്ത് ചെയ്യും? മർഡറായി മാറും, കൊല ചെയ്യപ്പെടും. അപ്പോൾ ഒരാളെ കൊന്നതിനെ ഉടനെ അവൻ ചോദിക്കും, എടാ അവൻ പോയി പറയില്ലേ, എന്നാൽ പിന്നെ അവനെ കൊല്ലാം. 2 മർഡർ എവിടെയെങ്കിലും കൊണ്ട് കുഴിച്ചിടും. കുറേ ദിവസം കാണാനോ എന്ന് പറയും, തരികയും കിട്ടും. എന്താണ് നടന്നത്? രാത്രി 2 മണിക്ക് ചായ കുടിക്കാൻ പോകുന്നതിന് കിട്ടിയ പ്രതി. ഇതാണ് ഈ തിന്മ ലക്ഷ്യം നടക്കണ്ട എന്നുള്ള കാര്യത്തിലാണ് ഈ പോലീസ് ചോദിക്കുന്നത്. അത് ആൺകുട്ടികളോടാണെങ്കിലും. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. ആ പുറകിലിരിക്കുന്നവന്മാരൊക്കെ ഞാൻ എപ്പോഴും രാത്രി ഇവിടെ വരുമ്പോൾ കാണും. 12:30-ക്കൊക്കെ എന്തായിരിക്കും ചായ അടിക്കണം, ഇങ്ങനെ ഒരു ഈ സ്ഥാനം മേടിച്ചു വെക്കും. എന്താ നമ്മളതിന് പറയുന്നത്? ഞാൻ അവനോട് പറയാം, എന്താ അതിന്റെ പേര്? അപ്പോൾ ഇങ്ങനെ കുറേ നേരം ആലോചിച്ചു. എനിക്ക് ആ പേരൊക്കെ അറിയട്ടെ, ഞാൻ ചെറുപ്പം ഉണ്ടെങ്കിലോ എന്ന് വെച്ചിട്ട് പേരൊന്നും പറയാത്ത. അപ്പോൾ അവൻ പറയും, സാർ എന്താ സാധനം? ഈ കട്ടൻ ചായ വെക്കണ സാധനം ഉണ്ടല്ലോ, അതെന്താ അറിയാമായിരിക്കും. അപ്പോൾ അറിയില്ല. അപ്പോൾ ഞാൻ ഗൂഗിളിൽ അടി അതെ. അതാണ് ഞാനിവിടെ ഇരുത്തിയിട്ട് ആ ഗൂഗിളിലൊക്കെ അടിച്ചു കട്ടൻ ചായ വെക്കാനുള്ളതായിട്ട്. അപ്പോൾ സാറേ ഇലക്ട്രിക് കെറ്റിൽ, ഇതന്നെ, ഇതൊന്ന് വാങ്ങുക. നിങ്ങളുടെ റൂമിലുള്ള ആളുകളൊക്കെ ചേർന്നിട്ട് ഒരു 1000-800 രൂപയുടെ ഇലക്ട്രിക് കെറ്റിൽ വാങ്ങ്. അവൻ പഠിക്കുന്ന സമയമാണ്, പഠിക്കാൻ ഇറങ്ങിയ കുട്ടിയാണ്, നല്ല പയ്യനാണ്.
അപ്പം അവൻ ഇലക്ട്രിക് കിറ്റിൽ വാങ്ങിയിട്ട് നിങ്ങൾ എല്ലാ കുഞ്ഞുങ്ങളും കുട്ടികളും കൂടെ ഒരു 5 പേരടങ്ങുന്ന റൂമാണ്, ഇഷ്ടംപോലെ കുട്ടികൾ ഇവിടെ ഉണ്ട്. രാത്രി ഒരുപാട് പേര് ഇവിടെ കാണും. അപ്പൊ അവര് വേറെ ഒരു അപകടത്തിൽ ചെന്ന് പെടരുത് എന്നതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, മക്കളെ എന്താ ഈ സമയത്ത് ഇറങ്ങണമെന്ന് നമ്മൾ ചോദിക്കുന്നത്. വേറെ എന്തെങ്കിലും ഒരു അപകടം, ഈ 3 പേര് പഠിച്ച് ക്ഷീണം തീർക്കാൻ വേണ്ടിയിട്ട് കട്ടൻ ചായ കുടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ ബോധബുദ്ധിയൊന്നും ഇല്ലാത്ത ലഹരിക്ക് അടിമപ്പെട്ട 3 പേരെ വരുന്നുണ്ടേ, അവര് നേരെ കയറി കയ്യിലുള്ള സാധനം കൊണ്ട് ഇവനെ പിടിക്കുക ചെയ്തതിനാൽ ആരനുഭവിക്കണം? ഈ നല്ലവരായ 3 കുട്ടികൾ അനുഭവിക്കണ്ടേ? അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്തിനാണ് ഈ സമയത്ത് ഇറങ്ങി വരുന്നത്. അപ്പോഴാണ് പറയുമ്പോൾ ഇലക്ട്രിക് കെറ്റിൽ വാങ്ങി വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഇനി അവനെ കണ്ടാൽ ചോദിക്കണം ഈ സാധനം വാങ്ങിയോ. അപ്പൊ ഞാൻ പറഞ്ഞത്, രാത്രി പോലീസ് രാത്രി ചോദിക്കുന്നത് ഒരാളോടും സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കാനല്ല, അത് എന്തിനാണ് വന്നത് എന്ന് മാത്രമേ നമ്മൾ ചോദിക്കാറുള്ളൂ. അപ്പൊ ചോദിക്കുമ്പോൾ അതിലൊരു നന്മ കണ്ടിട്ട് തിരിച്ച് മറുപടി കിട്ടുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അതല്ലാത്ത കുട്ടികളുണ്ട്. അത് അവർ വഴിക്ക് പോയിക്കോട്ടെ, നമ്മൾ നമ്മുടെ പണിയെടുത്തോളാം, നമ്മളത് നോക്കിക്കോളാം. എന്താണെങ്കിലും ഇനിയും തുടർന്ന് അങ്ങോട്ട് ഈ ലഹരിക്കെതിരെയുള്ള പരിപാടികൾ ISM തന്നെ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കൽമട്ടത്തൊക്കെ പരിപാടി ആശിക്ക് പുറകിലേക്ക് ആശിക്ക് ഉടനെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്യണം. എല്ലാവരും ഇതിനു വേണ്ടി നമ്മുടെ ലഹരി എന്തായാലും നമ്മുടെ ഏപ്രിൽ മെയ് ജൂൺ ആണ് നമ്മുടെ ഈ നമ്മുടെ ടൈമുള്ളത്. 3 മാസമാണ് നമ്മുടെ പ്രോഗ്രാം. ആ 3 മാസത്തിൽ കൽമട്ടത്ത് ഒരു പ്രോഗ്രാം ഉടനെ തന്നെ നമുക്ക് സംഘടിപ്പിക്കാം. അതുപോലെ തന്നെ ഞാൻ എനിക്ക് താമസിക്കുന്നവിടെയും ദൈവത്തൊക്കെ ഉണ്ട്. ഇപ്പൊ 4 ആളായി. അസീസ്ക്ക് ആദ്യം ഒരാളാണ് നമ്മുടെ ഉണ്ടായത്, ഇപ്പൊ 4 ആളായിട്ടുണ്ട്. 4 ആൾ ഏകദേശം ദൈവത്തായി നമ്മുടെ കൂടെ എത്തിയിട്ടുണ്ട്. അപ്പൊ അവര് മാറി വരും, ഇൻഷാ അല്ലാഹ് നമുക്ക് മാറ്റിക്കൊണ്ടിരിക്കാം. എല്ലാ സ്ഥലത്തും പ്രോഗ്രാം സംഘടിപ്പിക്കണം. അതിനുവേണ്ടി എല്ലാ സപ്പോർട്ടും ഈ പോലീസ് വളയാർ സമീപത്തുള്ള എല്ലാത്തിനും വളയാർ പോലീസ് തീർച്ചയായിട്ടും എല്ലാ കാര്യത്തിനും ഉണ്ടാകുന്ന ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ ലഹരിക്കെതിരെയുള്ള ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ച നമ്മുടെ വളയാർ മഹല്ല് കമ്മിറ്റിക്കും വാളയാറിലുള്ള നമ്മുടെ ISMന്റെ പ്രവർത്തകർക്കും ഇത് സംഘടിപ്പിച്ച് ഇത് വിജയിപ്പിക്കാൻ വേണ്ടി എത്തിയിട്ടുള്ള നമ്മുടെ പരിസരത്തുള്ള മുജാഹിദ് പ്രവർത്തകർക്കും അതുപോലെ തന്നെ ഇതിനെ ഏത് രൂപത്തിൽ സപ്പോർട്ട് ചെയ്താലും അതിനിപ്പോൾ ഒരു മൈക്ക് തന്നിട്ടാണെങ്കിലും ഒരു ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടാണെങ്കിലും അയാളും നമ്മുടെ ഈ ചെങ്ങലയിൽ ഒരു കണിയാൻ നമുക്കൊരു അയാളും കൂടെ ഇതിനൊരു സപ്പോർട്ടാണ്. കാരണം ലഹരിക്കെതിരെ നടത്തുന്ന ഒരു വാക്കുകളാണ് ഇവിടെ നടക്കുന്നത്. അതിനുവേണ്ടി ഏത് രൂപത്തിൽ സഹകരിച്ച് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചന്ദ്രാപുരം നിവാസികളാണെങ്കിൽ ശരി, ഡാം റോഡ് നിവാസികൾ എല്ലാവരും നാളെയും നമ്മളിത് കണ്ടു കഴിഞ്ഞാൽ ഭയപ്പെടരുത്. എല്ലാ ഒരു അപകടത്തിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിനു വേണ്ടി നമ്മൾ ഈ നമ്പർ എപ്പോഴും ഓർമ്മ വെക്കുക, അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുക. നമ്മളത് ചെയ്തിട്ട് ആ കുട്ടിയെ സർക്കാർ ഒരുപാട് സംവിധാനങ്ങൾ ജില്ലയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഏകദേശം 10ഓളം കേന്ദ്രങ്ങൾ നമുക്ക് ആ കുട്ടിയെ കൊണ്ട് അവിടെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ആ മകനെ നമ്മുടെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരാൻ കഴിയും. അതിനേക്കാളും വലുതായിട്ട് വലിയ പ്രവർത്തനങ്ങളൊന്നും നമുക്കിന്ന് ചെയ്യാനില്ല. അത്രയ്ക്കും വലിയ ഭീകരമായ ഒരു കാലഘട്ടമാണ്. നിങ്ങൾ എന്ത് സഹായത്തിനും ഏത് സമയത്തും നമ്മളെ വിളിക്കാം, നമ്മളെ സമീപിക്കാം. തീർച്ചയായിട്ടും കേരള പോലീസ് ഈ സംഘടനയ്ക്കൊപ്പം ഈ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവസരം തന്ന എല്ലാ സംഘടനാ നേതാക്കൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.